എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ ഇനി വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് ഒരുപാട് പേര് ഒരുപാട് വേദനകളും അതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനായിട്ട് നക്ഷത്രമടക്കം എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും ഞാൻ ഈ പ്രാർത്ഥനയുടെ ഇന്നത്തെ സന്ധ്യാനാമത്തിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാം അതുപോലെ തന്നെ നിങ്ങൾ ആരും തന്നെ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. സർവ്വകാര്യങ്ങളും ദൈവത്തിൽ അർപ്പിക്കുക. ഉറപ്പായിട്ടും ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു കിട്ടും. മനമൊരുക്കി വാരാഹി ദേവിയെ ആരാധിക്കൂ. ഈ വീഡിയോയിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങളുടെ വിഷമങ്ങളാവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേവിയിൽ നിന്നും കിട്ടിയ അനുഗ്രഹം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേവിയിൽ നിന്നും കിട്ടിയ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് പേര് നക്ഷത്രങ്ങൾ ചേർക്കാതെ പേര് മാത്രം അയച്ചു. അവരോട് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങളുടെ പേരിനൊപ്പം തന്നെ നിങ്ങളുടെ നക്ഷത്രവും മെൻഷൻ ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് എനിക്ക് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ പറ്റും. അത് ദയവായി ചെയ്യുക. ആരും വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷവും സങ്കടവും കലർന്ന എന്താ പറയുക, അങ്ങനെ ഒരു ജീവിതമായിരിക്കും എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ ഭജിക്കുക. ഈ ഒരൊറ്റ കാര്യം നമ്മൾ ജീവിതകാലം മുഴുവൻ നമ്മൾ കണ്ടിന്യൂയോടുള്ള വിശ്വാസം എനിക്ക് എത്ര പറഞ്ഞാലും മതി വരില്ല. എനിക്ക് വിശ്വാസം സാധിക്കും. അത് ഭഗവതിയാണ്, വാരാഹി ദേവി. വാരാഹി ദേവിയെ ഞാൻ ഒരുപാട് ആരാധിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാനിങ്ങനെ വെറുതെ ഒരു കമന്റ് പറയുന്നതല്ല. ആക്ച്വലി എനിക്കിത് കുറേ കാര്യങ്ങൾ സാധിച്ചു കിട്ടി എന്നുള്ളത്. ഞാനും ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു ഇപ്പോഴും. പക്ഷേ അതിലെനിക്കൊരു സന്തോഷവും എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മള് ഒരുപാട് സ്ട്രെസ്, അതായത് നമുക്ക് വിഷമമേ ഉള്ളൂ, നമുക്ക് മാത്രമേ വിഷമം കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷമില്ല എന്നൊന്നും നമ്മൾ ആരും വിചാരിക്കരുത്. കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം കലർന്നതാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. നമ്മളിതെല്ലാം ഫൈറ്റ് ചെയ്ത് നമ്മളത് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് വരിക. അപ്പം നമ്മളൊരു കാര്യം മാത്രം ചെയ്യുക. ഉറപ്പായിട്ടും നമ്മുടെ ഇതിലൊക്കെ ഉള്ള സൊല്യൂഷൻ ദേവി തന്നെ നമുക്ക് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. വാരാഹി ദേവിയുടെ മന്ത്രം എല്ലാ ദിവസവും നിങ്ങൾ ജപിക്കുക. ഓക്കെ, അതിന് പ്രത്യേകിച്ച് സമയങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ടൈമാണോ ഉള്ളത് ആ ടൈം തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് 5 മിനിറ്റ് നിങ്ങൾ ദേവിക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. ദേവിയോടുള്ള ആരാധന അല്ലെങ്കിൽ ദേവിയോടുള്ള ആ ഒരു ഇഷ്ടം നല്ല രീതിയിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഓരോ മന്ത്രജപവും ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മൊത്തത്തിൽ കാണുമ്പോൾ പോലും ഈ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്ട്രെസ്സിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, അത് മാറി നിങ്ങളുടെ മൈൻഡ് നല്ലൊരു പോസിറ്റീവായിട്ട് വരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അല്ലേ? നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എത്രത്തോളം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല അനുഭവങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും നിങ്ങളൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദേവിയെ നിങ്ങൾക്ക് ആരാധിക്കാനായിട്ടുള്ള മന്ത്രം പോലും, അല്ലെങ്കിൽ ആ ഒരു ജപം എന്താണ്, ആ ഒരു നാമജപം എന്നുള്ളത് ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചൊല്ലുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കും ചൊല്ലാം. മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് പ്രത്യേകിച്ച് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. എന്തായാലും നമുക്ക് ഓരോ ദിവസവും വെറുതെ ഒരു 2 മിനിറ്റ് ഇരിക്കാനുള്ള സമയം എങ്ങനെയും നമുക്ക് കിട്ടും, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മൊബൈലിൽ നിങ്ങൾ എടുക്കുമ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾ എന്തായിരിക്കും ഇന്നത്തെ കാര്യം എന്നൊരു ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം അവർ അത്രയും വെയിറ്റിംഗ് ആണ്. പുതിയ മന്ത്രജപം എന്താണ്, അല്ലെങ്കിൽ എന്തായിരിക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ മൊത്തത്തിൽ കാണുക. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ട ശേഷം ഇതിനകത്ത് ഞാൻ കൊടുക്കുന്ന മന്ത്രജപം കൂടെ ജപിക്കുക. അതിന് പ്രത്യേകിച്ച് സമയം നിങ്ങൾക്ക് വേണ്ടല്ലോ, അല്ലേ? ഇത് ശരിക്കും നിങ്ങൾക്കൊരു എന്താ പറയുക, ഈ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും കൂടിയാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ഒരുപാട് പേർക്ക് അത് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കമൻറ്റും എനിക്ക് ഉന്നത വീഡിയോസിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തുടരെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക.
കൂടാതെ ഞാൻ ഈ നെക്സ്റ്റ് ഇതിനകത്ത് മെൻഷൻ ചെയ്യാൻ പോകുന്ന മന്ത്രജപം എന്താണെന്നുള്ളത് നോക്കിയ ശേഷം അതുപോലെ നിങ്ങൾ 21 പ്രാവശ്യം 21 തവണ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച് ദേവിയെ മനസ്സിൽ വിചാരിക്കുക. അത് നിങ്ങൾ 21 ദിവസം തുടർച്ചയായി 21 തവണ ജപിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ഏതൊരു കാര്യവും സാധിച്ചു കിട്ടുന്നതാണ്. അതിന് ഞാൻ ഉറപ്പ് തരുന്നു, അത് ഉറപ്പായിരിക്കും. ഓക്കെ, അപ്പൊ ഏതാണ് പുതിയ മന്ത്രജപം എന്നുള്ളത് ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്യാം. അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം കേട്ടോ. വിഷമിക്കൊന്നും വേണ്ട, സ്ട്രെസ് ഫ്രീ ആയാണ് നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫിൽ നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുക, നമ്മുടെ ഹെൽത്ത് പ്രോബ്ലംസ് എല്ലാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിന്നെ ഹോസ്പിറ്റലായി, പിന്നെ ട്രീറ്റ്മെന്റ് ആയി, അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് നമ്മുടെ ലൈഫ് അങ്ങനെ കൊടുക്കേണ്ടി വരും. സോ അതിനേക്കാളും നല്ലത് എന്താ, നല്ല കാര്യങ്ങൾ ചിന്തിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുക, നല്ല രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക എല്ലാവരോടും. നിങ്ങളോട് തെറ്റ് ചെയ്തവർ എന്ത് വേണോ കാണിച്ചോട്ടെ, അവരെന്ത് വേണോ ചെയ്തോട്ടെ. തീരെ ലിമിറ്റ് കടന്നു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അത് വേറെ. പക്ഷെ എന്നാലും നമ്മൾ നന്മ ചെയ്തു എന്നുള്ളത് നമുക്ക് ബോധ്യം വേണം. എവിടെ പോയാലും നമ്മൾ നന്മ ചെയ്തു എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ആരെയും ഭയക്കേണ്ടതില്ല. ഉറപ്പാണ്. ഓക്കെ, ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ ഒരധിദേവി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ കമന്റ്സ് എനിക്ക് ഒരുപാട് വിഷമമായി. കുറെ കമന്റ്സ് ആണെങ്കിൽ ഒരുപാട് വേദനിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ഞാൻ ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടും. അപ്പൊ ഏതാണ് ആ മന്ത്രജപം എന്നുള്ളത് നോക്കാം. കൂടെ ചൊല്ലില്ലേ? ഭക്തോ ഭദ്രവനാശിനീ നമഃ, ഭക്തോ ഭദ്രവനാശിനീ നമഃ, ഭക്തോ ഭദ്രവനാശിനീ നമഃ, ഭക്തോ ഭദ്രവനാശിനീ. എല്ലാവരും കമന്റ് ചെയ്യുക, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, പുതിയ വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുക.